ജീവിതത്തിൽ ഈ ഒത്തുകൂടലുകളില്ലെങ്കിൽ എത്ര വിരസമായി പോയേനല്ലേ നമ്മുടെ ഓരോ ദിവസങ്ങളും അല്ലെങ്കിൽ ഓരോ വർഷങ്ങളും ഓരോ നിമിഷങ്ങളും. എപ്പോഴെങ്കിലുമൊക്കെ ഓണവും വിഷുവും പൂരവും ഒക്കെ വരുമ്പോൾ ഇതുപോലെ നാട്ടുകാരെയും വീട്ടുകാരെയും ബന്ധുക്കളെയും ഒക്കെ വിളിച്ച് ഒന്ന് ഒത്തുകൂടണം. അതുപോലെ അമ്പലങ്ങളിലായാലും പള്ളികളിലായാലും മസ്ജിദുകളിലായാലും നമ്മളൊക്കെ ഒന്ന് പോയി നമ്മുടെ അയൽപ്പക്കക്കാരെയും എല്ലാവരെയൊക്കെ ഒന്ന് കണ്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഒരു എന്താ പറയുക, അതൊരു പ്രത്യേക ഫീലാണല്ലേ. അപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒത്തുകൂടിയ ഒരു നിമിഷമാണ്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ശ്രീയാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണം കേട്ടാ. ഒരു 5 മണിയായപ്പോൾ തന്നെ ചേച്ചിയും അമ്മയും എണീറ്റിട്ടുണ്ടായിരുന്നു. തട്ടും മുട്ടും കേട്ടപ്പോൾ ഞാനും എണീറ്റു. നമ്മൾ ഇവിടെ ഹാളിലാണ് കിടക്കണ്ടായിരുന്നത്. ശ്രീകുട്ടനും ഞാനും ഇവിടെയാണ് ഇന്നലെ കിടന്നുറങ്ങിയത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ 3 കുഞ്ഞു റൂമുകളാണ് ഉള്ളത്. അപ്പോൾ അവിടെയൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ കിടന്നു. പിന്നെ കൊതുകിൻ്റെ ശല്യമൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് സുഖമായിട്ട് ഉറങ്ങി. പക്ഷേ ഗംഭീര തണുപ്പായിരുന്നടാ. വല്ലൂരത്തേക്കാളും വലിയ തണുപ്പ്. കുഞ്ഞൻ അവിടെ ഇരുന്ന് എഴുതുന്നുണ്ടായിരുന്നു. തലേദിവസം നമ്മൾ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പയർ നമുക്ക് ഉപ്പേരി വെക്കണം. അതുപോലെ തന്നെ അന്നത്തെ ദിവസം നമ്മൾ എന്തൊക്കെ തയ്യാറാക്കാൻ വിചാരിച്ചിട്ടുണ്ടോ അതൊക്കെ നമ്മൾ അമ്പലത്തിൽ പോകുന്നേക്കാളും മുന്നേ ഒരുക്കി വെച്ചിട്ടാണ് നമ്മൾ പോണത് കേട്ടോ. ഒന്നും വേണ്ട. തിരുനാളെ അത് അരച്ചു വയ്ക്കില്ലേ? ഒന്നും വേണ്ട. ആ പൊടി കലക്കി മാത്രം വെച്ചാൽ മതിയാ. അപ്പോൾ പൊൻകതിറിൻ്റെ നമ്മുടെ പാലപ്പം മിക്സ് ട്രൈ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നടന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അമ്മ ചോദിക്കായിരുന്നു ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വെറുതെ കലക്കി വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. കാലത്ത് നമുക്ക് പാലപ്പം അതുപോലെ തന്നെ ബാക്കി കറികൾ എന്ത് വേണമെങ്കിലും കൂട്ടി കഴിക്കാമല്ലോ. പൊതുവേ നമ്മുടെ വീട്ടിൽ നമ്മൾ അപ്പം ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ നാളികേരം പാലാണ് കേട്ടോ. അമ്മ ചോറിന് വേണ്ടിയിട്ടുള്ള കലമൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ പയറുപ്പേരി വെക്കാനുള്ളതൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ചേച്ചിയും അച്ഛനും കൂടിയിട്ട് നമ്മൾ നോൺ വെജ് തയ്യാറാക്കണ്ടല്ലോ, അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി സബോള സംഭവം ഐറ്റംസ് ഒക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഒരു 6 മണി തൊട്ട് കാലത്ത് പുലർച്ചെ 5 മണിയൊക്കെ തൊട്ട് 4 മണിയൊക്കെ തൊട്ട് അമ്പലത്തിൽ പരിപാടികളുണ്ട്. പക്ഷെ അതൊന്നും കാണാൻ പോവില്ല നമ്മൾ. എന്നാലും ഒരു 6 മണി 6:30 നേരത്ത് നമ്മൾ അമ്പലത്തിൽ പോയിട്ട് പറ എടുക്കൽ അതുപോലെ തന്നെ ദേവീനെ കണ്ടുവരൽ ചടങ്ങുകൾ ഒക്കെ നമ്മൾ കാലത്ത് തന്നെ ചെയ്യും. ആ കാലത്ത് അമ്പലത്തിൽ പോകുന്ന പോക്ക് തന്നെയുള്ളൂ. പിന്നെ പൂരം കാണാൻ പോക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടാവാറില്ല കേട്ടോ. ഞാൻ ഇതുവരെ എന്താ പറയുക പകൽപൂരോ ഉച്ചപൂരോ ഒക്കെ കണ്ടതായിട്ട് ഓർക്കണേ ഇല്ല. നമ്മുടെ വീടിൻ്റെ അവിടെ വരുന്ന പൂരങ്ങളാണ് നമ്മൾ കൂടുതലും ആസ്വദിക്കാറുള്ളത്. അപ്പോൾ കാലത്ത് തന്നെ നമ്മൾ വിരുന്നുകാർ വരുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് തയ്യാറാക്കുന്ന ഫുഡ് ഉണ്ടാവുമല്ലോ, അതൊക്കെ തയ്യാറാക്കി വെക്കണം. പിന്നെ എന്നും നമ്മളെപ്പോഴും ഭക്ഷണം ഉണ്ടാക്കലും കഴിക്കലും മാത്രം ആഘോഷം ആവരുതെന്ന് വിചാരിച്ചിട്ട് ഇപ്രാവശ്യം നമ്മൾ എന്താ പറയുക നമ്മുടെ ബിരിയാണി ഉണ്ടല്ലോ, അത് നമ്മുടെ ജോസേട്ടൻ്റെ കടയിൽ നിന്ന് റോയലിൽ നിന്ന് ഓർഡർ ചെയ്തിരിക്കുന്നത്. തലൂരൊരു ഹോട്ടലാണ് റോയൽ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഉപ്പേരി കാച്ചാണ്. നമ്മുടെ കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും ഇടിച്ച മുളകൊക്കെ ഇട്ടിട്ടുള്ള നല്ല അടിപൊളി പയറുപ്പേരി. നോൺ വെജ് ആയിട്ട് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്കൊരു പയറുപ്പേരിയും ഒരു മോര് കൂട്ടാനും അതോടൊപ്പം തന്നെ ഒരു അച്ചാറും ഇത്തിരി പപ്പടം ഉണ്ടെങ്കിൽ കുശാലാണ്. അതാണ് ഏറ്റവും നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണം. അല്ലെങ്കിൽ ചോറിന് കൂട്ടാൻ അതൊക്കെയാണെന്ന് തോന്നാറുണ്ട്. എന്നാലും ഇവിടെയൊക്കെ എന്തൊക്കെയോ കുറവുകൾ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോൺ വെജുമൊക്കെ തയ്യാറാക്കി വെക്കുന്നതെന്ന് പലപ്പോഴും തോന്നാറുണ്ട് കേട്ടോ. പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നതും കഴിക്കുന്നതും ഒക്കെ ഈ സംഭവങ്ങളാണ്. നമ്മുടെ എന്താ പറയുക പയറുപ്പേരിയും അതുപോലെ മോരുകറിയൊക്കെയാണ്. ഇപ്രാവശ്യം എല്ലാവർക്കും നല്ല തിരക്കായ കാരണം കൊണ്ട് എല്ലാവരും പൂരത്തിന് എത്തിയിട്ടില്ല. എങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പയറുപ്പേരി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നോൺ വെജ് ഐറ്റംസ് ആണ് തയ്യാറാക്കേണ്ടത്. നമുക്ക് ബീഫ് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ബീഫിന് വേണ്ടിയിട്ട് നമ്മൾ ഉള്ളിയും സംഭവങ്ങളൊക്കെ ചേച്ചി അച്ഛനും കൂടിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മളതിൽ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടുക. ഇത് ഞാൻ എക്സ്ട്രാ എഫേർട്ട് എടുത്ത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങളെപ്പോഴും കാണുന്നതല്ലേ. അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ പാലുകാച്ചൽ പെണ്ണുകെട്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ അപ്പുറത്ത് ചേച്ചി അരിയുന്നു, ഇവിടെ അമ്മ വറക്കുന്നു, ചേച്ചി അരിയുന്നു, ഇവിടെ അമ്മ വറക്കുന്നു.
പൊടികളായിട്ടുള്ള നമ്മുടെ മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മുളക് പൊടി, കാശ്മീരി ചില്ലി ഇവയൊക്കെ സംഭവങ്ങളും ഒക്കെ ഇട്ടു നന്നായിട്ട് വഴറ്റി അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ടു. അമ്മയുടെ കുരുമുളക് എങ്ങനെ ഉണ്ടാക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പഴുത്ത കുരുമുളക് കുറച്ച് ദിവസം വെള്ളത്തിലിട്ടിട്ട് ചീക്കും. അപ്പോൾ അതിൻ്റെ തൊണ്ട് പോവും, പിന്നെ അതിൻ്റെ കുരു മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നല്ല വെളുത്തിരിക്കും ഇവിടുത്തെ. അപ്പോൾ ആ വെളുത്ത പൊടി നമ്മൾ വെളുത്ത ആ കുഞ്ഞു കുഞ്ഞു മണികൾ പൊടിച്ചു വയ്ക്കുമ്പോൾ വെളുത്തിട്ടാണ് നമ്മുടെ ഇവിടുത്തെ കുരുമുളക് പൊടി ഇരിക്കുക. അപ്പോൾ അതും കൂടി ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവറൊക്കെ വരും. അതോടൊപ്പം തന്നെ കുറച്ച് ശ്രീക്കുട്ടന് മാറ്റി വെച്ചിട്ടുണ്ട് എരിവില്ലാത്തത്. അമ്മമാരെപ്പോഴും അങ്ങനെയാണ് അല്ലേ, അവർക്ക് പേരക്കിടാങ്ങളെക്കാളും പലപ്പോഴും മക്കളേക്കാൾ കൂടുതൽ പേരക്കിടാങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള പരാതി എല്ലാവർക്കും ഉണ്ടെന്ന് തോന്നുന്നു. എനിക്കും ആ പരാതി ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ കായ ഇട്ടിട്ടാണ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്. കായ നമ്മൾ ഉപ്പിട്ടിട്ട് തലേദിവസം തന്നെ വേവിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പണികൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കൽ മാത്രമാണ് ഇന്ന് ചെയ്യുന്നുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, കുറച്ചധികം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഈ അമ്മമാർ പഠിപ്പിച്ചെന്ന കാര്യങ്ങളല്ലേ നമ്മൾ കൂടുതലും നമ്മുടെ ജീവിതത്തിൽ ഫോളോ ചെയ്യുക. അങ്ങനെ തന്നെയാണ് ഞാനും ചേച്ചി കേട്ടോ. ഈ വക കാര്യങ്ങളൊക്കെയാണ് നമ്മളിങ്ങനെ മുന്നോട്ട് ഇപ്പോഴും എന്താ പറയുക നല്ല സിസ്റ്റമാറ്റിക് ആയിട്ടും പ്ലാനിങ്ങോടും കൂടി കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കുന്നത്. അമ്മമാർ പഠിപ്പിച്ച് തരുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ട് ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. മീൻകറിയും മോര് കൂട്ടാനൊക്കെ നമ്മൾ ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊന്നും ഇനി ചൂടാക്കി എടുക്കുക വേണ്ടു. ഇത് നമ്മൾ പോർക്ക് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പോർക്കിൽ നമ്മൾ നാളികേരം ഇങ്ങനെ വറുത്ത് പൊടിച്ചിടും. അപ്പോൾ മിക്സിയിൽ ഒരു ജാറിൽ ഒന്ന് കറക്കിയെടുക്കുമ്പോൾ, ക്രഷ് ചെയ്തെടുക്കുമ്പോൾ ഇവനായിട്ട് എല്ലാ ഭാഗത്തും ഒരേ സമയത്ത് നമ്മുടെ നാളികേരം വറുത്ത് കിട്ടുന്നുള്ള കാരണം കൊണ്ട് മിക്സിയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തത് വറുത്ത് കോരി വയ്ക്കുകയാണ് കേട്ടോ. നമ്മൾ നോൺ വെജ് ഇപ്പം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ആരും ടേസ്റ്റ് പോലും ചെയ്ത് നോക്കില്ല, കഴിക്കില്ല. കാരണം നമുക്ക് അമ്പലത്തിൽ പോകണം. ഇവിടെ നല്ല തണുപ്പാണെന്ന് പറഞ്ഞില്ലേ, മഞ്ഞ് കണ്ടോ. ശ്രീകുട്ടൻ കാലത്ത് തന്നെ എണ്ണിട്ടിട്ട് അച്ഛൻ്റെ കൂടെ ആനേനെ കുളിപ്പിക്കുന്നത് കാണാൻ പോവാണ്. 10-20 ആന, 25 ആനകളും ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് ഒരുമിച്ച് കുളിക്കുന്നതും അതുപോലെ തന്നെ അമ്പലത്തിലത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോവാണ് കേട്ടോ. എല്ലാവരും സ്വെറ്ററൊക്കെ ഇട്ട് ഭയങ്കര എന്താ പറയുക പ്രിക്കോഷനോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. കാരണം ഈ തണുപ്പ് അടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും പല രോഗങ്ങളും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് വരും കേട്ടോ. അച്ഛനിതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ, പേരക്കിടാങ്ങളോടുള്ള ഇഷ്ടം കുറച്ച് കൂടുതലുണ്ട്. നമ്മളൊന്നും ഒരു സ്ഥലത്തേക്കും കൊണ്ടുപോകാത്ത അച്ഛൻ ഇന്ന് ശ്രീകുട്ടനെ വിളിച്ച് എണീപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി കൊണ്ടുപോകുന്ന കാണുമ്പോൾ ചെറിയൊരു കുശുമ്പും അതോടൊപ്പം തന്നെ ഒത്തിരി സന്തോഷവും നമുക്ക് തോന്നും. അപ്പോൾ നമ്മൾ വറുത്ത് കോരി വെച്ച ഈ ഒരു നാളികേരം നമുക്ക് മാറ്റി വയ്ക്കാം. പഴയ പ്രൊസീജിയറാണ്. നമ്മൾ ബീഫ് എങ്ങനെയാണ് ഉണ്ടാക്കിയത് അതുപോലെ തന്നെയാണ് പോർക്ക് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ കായ ഇടില്ല എന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത്, നമ്മളെപ്പോഴും കുഞ്ഞുള്ളിയിലാണ് എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കിയെടുക്കുക. കാരണം നമുക്ക് കടയായ കാരണം കൊണ്ട് വലിയ കുഞ്ഞുള്ളി നോക്കി എടുത്തുകൊണ്ട് വരികയും ചെയ്യാം. അത് നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി അമ്മ എപ്പോഴും ഒരു ചെറിയ പാത്രത്തിലാക്കിയിട്ടാണ് എല്ലാം ഇടുന്നത് കേട്ടോ. മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റാക്കി അടുത്ത് വെക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ആ ഒരു നാളികേരം ഇതുപോലെ കൈ കൊണ്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വേപ്പിൻ്റെ ഇലയും അതുപോലെ തന്നെ പോർക്കും ഇട്ട് കൊടുത്തിട്ട് ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ഈ നാളികേരം വറുത്ത് പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളി പോർക്ക് ഫ്രൈ റെഡിയാവും കേട്ടോ. നല്ല ഗംഭീര തണുപ്പായിരുന്നു. അത് കാരണം നമ്മൾ ചൂടുവെള്ളത്തിലാണ് കുളിച്ചത്. നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുളിച്ച് ശരീരവും മനസ്സും ഒക്കെ ശുദ്ധിയാക്കിയിട്ട് വേണ്ട പോകണമെങ്കിൽ. അപ്പോൾ നമുക്ക് പതുക്കെ കുളിച്ചിട്ട് അമ്പലത്തിൽ പോവാട്ടാ. ഇതാണ് ഞങ്ങളുടെ സ്റ്റീലിന്റെ കുടത്തിൽ എത്ര കൊല്ലം പഴക്കമുണ്ടെന്ന് അടിപൊളിയാണ്. ഇങ്ങനെ പിടിച്ചിട്ട് തേച്ചിട്ട് കമ്പനിയിലിടാം.
അതൊന്നല്ല മറ്റു താളുണ്ട്. അല്ല ആദ്യം ഈ കുമ്പി പുറത്തുണ്ടാക്കി അതെന്തായാലും അതല്ല മറ്റേ അതിലിട്ടില്ലേ അപ്പൊ ചെറുപ്പത്തിൽ എനിക്കിതുപോലൊരു ശീലം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ആ ഒരു മരത്തിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, അതുമ്മ കിടന്ന് ഊഞ്ഞാലാടുക. അപ്പോൾ ഉയരം വെക്കുന്ന എല്ലാവരും പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുക അതിന് ഭയങ്കരമായിട്ട് താന്നൂന്ന്. അന്ന് പൊക്കമില്ലാത്ത കാലഘട്ടത്തിൽ അതിൽ പിടിച്ച് ഞാലുമ്പോൾ നമുക്ക് ഭയങ്കര ഹൈറ്റ് വീടിന് തോന്നിക്കായിരുന്നു. ഇപ്പോൾ വീട് പിന്നെ ഹൈറ്റ് തോന്നിക്കണില്ല. അപ്പോൾ ഏട്ടായി പോവാണ്. ഏട്ടായിക്ക് നല്ല തിരക്കുള്ള സമയമാണ്. കാരണം ക്രിസ്മസ് കഴിഞ്ഞതിൻ്റെ തിരക്കും കാര്യങ്ങളും അന്ന് മേടിച്ച് വെച്ച ഡ്രസ്സുകളൊന്നും തയ്ച്ചു കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഏട്ടായി കാലത്ത് തന്നെ പോയി. ആൾക്ക് ഈ പൂരമൊന്നും വലിയ കമ്പുള്ള കാര്യമല്ല കേട്ടോ. നമ്മുടെ പാലക്കാടൻ വ്ളോഗ് തിരിച്ചു മരിച്ചിട്ട് ഞാൻ ഇപ്പോഴും വ്ളോഗ് കാണുമ്പോൾ ചിരിക്കും. അതിലില്ല പക്ഷേ പിഞ്ചല്ലത് ആ തടിയുള്ളത് നന്നായില്ലോ. ഇതിങ്ങനെ പിടിക്കാതെ അങ്ങനെയല്ലാതെ ഇതിങ്ങനെ ഒരു ഓട്ടയാവണം. ഇതിങ്ങനെ ആക്കണം. ഇതിങ്ങനെ ഓട്ടയാക്കണം. കണ്ട അപ്പോഴാണ് ആ ഓട്ടയുടെ ഉള്ളിൽ കുടഞ്ഞൂത്. പലപ്പോഴും നമ്മളറിയുന്ന പല കാര്യങ്ങൾക്കും നമ്മുടെ അച്ഛനമ്മയ്ക്ക് അറിയണമെന്നില്ലല്ലോ. അതിനൊരു ഉദാഹരണമാണ് ഈ കണ്ടത്. ഞാൻ വിചാരിച്ചത് ഇവർക്ക് പഴയ ആൾക്കാരല്ലേ എല്ലാം അറിയാമെന്ന്. പക്ഷെ അമ്മയ്ക്കൊന്നും അറിയില്ല കേട്ടോ. അമ്മയ്ക്ക് വേറെ കുറേ കാര്യങ്ങൾ അമ്മ ഷെയർ ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് ഇതൊന്നും നമ്മുടെ മക്കൾക്ക് അറിയാൻ പറ്റണില്ലല്ലോ എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് നമ്മുടെ കാലത്തൊരു റൂട്ടീൻ എന്ന് പറയുന്നത്. ചെടിത്തോട്ടമൊക്കെ അമ്മ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ എത്ര കുഞ്ഞിതാവാൻ പറ്റുമോ അത്രയും കുഞ്ഞിതാവൂല്ലേ. ഇതുപോലെ ഓടി തുള്ളി ചാടി നടക്കുകയൊക്കെ ചെയ്യും. ഇത് ഞാൻ പൊതുവേ ഉള്ള ഞാനാണ് കേട്ടോ. നമ്മുടെ വീഡിയോയുടെ പിന്നിലും അതുപോലെ തന്നെ ഈ ചെടിത്തോട്ടൻ്റെ പിന്നിലൊക്കെ ഏറ്റവും വലിയൊരു താങ്ങും തണലും അമ്മയുടെ സ്വന്തം അച്ഛനാണ്. അമ്മയുടെ അല്ല, നമ്മുടെ സ്വന്തം അച്ഛനാണ്. അപ്പോൾ അച്ഛൻ ചെടികളൊക്കെ നനയ്ക്കായിരുന്നു. അപ്പോഴേക്കും ഞങ്ങളെല്ലാവരും കുളിച്ച് ഒരുങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അമ്പലത്തിൽ പോകുന്ന ചടങ്ങാണ് നടക്കാനുള്ളത്. കഴിഞ്ഞ കൊല്ലമൊക്കെ ഭാഗ്യനാണ് നമ്മളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇപ്രാവശ്യം ഭാഗ്യനില്ല. ഭാഗ്യൻ്റെ പണിക്കാരുള്ളതായിട്ടും അതുപോലെ തന്നെ കടയിൽ അമ്മയൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് കുറച്ച് തിരക്കൊക്കെ ഉള്ള കാരണം കൊണ്ട് നമ്മളിന്ന് ഓട്ടോയിലാണ് പോകുന്നത്. അപ്പോൾ ഞാൻ എന്താ കറുപ്പ് ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങി പോവാണ്. ഇത് ഇങ്ങനെ എന്താ പറയുക, അമ്പലത്തിൽ പോകാനായിട്ടുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. കാരണം നമ്മൾ കുറേ നാളായിട്ട് കാണാത്ത ആൾക്കാരെയൊക്കെ നമുക്കിന്ന് കാണാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോണത് കേട്ടോ. അപ്പം അച്ഛനും ഏട്ടനും കണ്ണേട്ടനാണത്. ഏട്ടനും കൂടിയിട്ട് അമ്പലത്തിൽ പോയി. നമ്മൾ ഓട്ടോറിക്ഷയിലാണ് പോകുന്നത്. ഗേറ്റൊക്കെ പൂട്ടി. ദമ്മ ചേച്ചി എല്ലാവരും ഉണ്ട്. കാറിൽ പിള്ളേരാണ് കേട്ടോ കൊണ്ടാക്കി തരുന്നത്. ചേട്ടൻ്റെ അച്ചുവാണ് നമ്മളെ കൊണ്ടാക്കി തരുന്നത്. അപ്പോൾ നമ്മൾ പൂരത്തിന് പക്ഷേ എന്താ പൂരപ്പറമ്പിലേക്ക് പോകാൻ റെഡി ആയിട്ട് ഇരിക്കവേ നമ്മളിതാ പൂരപ്പറമ്പിലെത്തി. കുട്ടികളെ പൂരപ്പറമ്പിലെത്തി. ഇനി ഞാൻ വരാക്കരപ്പൂരത്തെ കുറിച്ച് 2 വാക്ക് പറയാം കേട്ടോ. വരാക്കരപ്പൂരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മധ്യ തിരുവിതാംകൂറിൽ അത്യാവശ്യം നല്ല ഒരു വിപുലമായ രീതിയിൽ ആഘോഷിക്കപ്പെടുന്ന ഒരു പൂരമാണ് നമ്മുടെ വരാക്കരപ്പൂരം എന്ന് പറയുന്നത്. ഇവിടെ ഭഗവതിയാണ്. നമ്മൾ 10-25 ആനകളുണ്ടാവും. 25 കരകളിൽ നിന്നായിട്ടാണ്. 20 കരകളുണ്ടായിരിക്കും. ഒരു കരയിൽ ചിലപ്പോൾ 2 ആന ഉണ്ടാവും. ചില കരകളിൽ 1 ആനകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. വിവിധ വാദ്യ കലകളോട് കൂടിയിട്ട് എല്ലാ കരകളിൽ നിന്നും നമ്മൾ ഒന്നിച്ച് അമ്പലത്തിലെത്തി എഴുന്നള്ളിച്ച് നമ്മൾ പൂരം കൊണ്ടാടുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നിന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ 3 ആൾക്കാർക്ക്, അതായത് തിടമ്പെടുക്കുന്ന ആന, അതുപോലെ തന്നെ വലതും ഇടതായിട്ട് നിൽക്കുന്ന ആന, അവരെയൊക്കെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതിന് തിടമ്പ് കൊടുക്കുന്നതും ബാക്കി കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് അമ്പലത്തിൻ്റെ ഉള്ളിലാണ് കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ പുറത്ത് ഇവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇവർ ചെന്നിട്ട് വേണം അവർക്ക് പൂരവും പഞ്ചവാദ്യവും കാര്യങ്ങളൊക്കെ ആരംഭിക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഈ അണിനിരന്ന് നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഇവർക്ക് വേണ്ടിയിട്ടാണ് പുറത്തുള്ള ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ. ആർക്കാണ് തിടമ്പ് കിട്ടിയെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. എല്ലാ പ്രാവശ്യവും വട്ടനാത്രയുള്ള ആൾക്കാരാണ് കൊണ്ടുപോകാറുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം ആർക്കാണെന്ന് അറിഞ്ഞുകൂടാ കേട്ടോ. അപ്പോൾ ഇവർ അമ്പലമൊക്കെ വലം വെച്ച് വരികയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ വ്ളോഗിൽ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ തിടമ്പ് കയറ്റുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പറ വയ്ക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ മാതൃസമിതിയൊക്കെ ഉണ്ട്, അവരെ താലെടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പൂരപ്പറയായിട്ട് നമുക്ക് എല്ലാ വീടുകളിലേക്കും വരും. പക്ഷെ അന്ന് വെക്കാൻ പറ്റാത്തവർക്ക് അമ്പലത്തിൽ പറ നിറയ്ക്കാം കേട്ടാ. ആനകൾ ഇങ്ങനെ അണിനിരന്ന് നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണല്ലേ. എല്ലാവർക്കും നെറ്റിപ്പട്ടവും അതോടൊപ്പം തന്നെ തിടമ്പും ഉണ്ടാവും. അതാണ് നമ്മുടെ പൂരത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അങ്ങനെ 10-25 ആനകൾ ഇതാ ഒരുമിച്ച് അണിനിരന്ന് നിൽക്കുന്ന ഈ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങ് ഗൾഫിലുള്ളവരും അങ്ങ് വിദേശത്തുള്ളവരും വരെ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് എത്താറുണ്ട്. കാരണം വരാക്കര പൂരം എന്ന് പറയുന്നത് ഒരു വികാരമാണ് പലർക്കും. അപ്പോൾ ഇതൊരു വല്ലാത്ത കാഴ്ചയും കൂടിയാണ് കേട്ടോ. ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ്. അങ്ങനെ നമ്മൾ പൂരമൊക്കെ കണ്ട് വീട്ടിൽ പോവാണ് കേട്ടോ. പോകുന്ന വഴിക്കാണ് പാപ്പനെ കണ്ടത്. ഇന്നലെ നമ്മൾ കണ്ടില്ലേ പാപ്പനെ. അങ്ങനെ നമ്മുടെ പൂരം കഴിഞ്ഞു ഗൈസ്. ഇതോടുകൂടി നമ്മുടെ പൂരം അവസാനിച്ചു കേട്ടോ. നമ്മളിനി പൂരപ്പറമ്പിലേക്ക് പോണ പരിപാടിയൊന്നുമില്ല. ഇനി നമ്മുടെ വീട്ടിലേക്ക് വരുന്ന പരിപാടികൾ നമ്മൾ ആഘോഷിക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. ഇനി അമ്പലത്തിൽ വിവിധ ആഘോഷങ്ങളുണ്ട് കേട്ടോ. കൂട്ടിയെഴുന്നള്ളിപ്പും അതുപോലെ തന്നെ എല്ലാ കരകളിൽ നിന്നുള്ള വാദ്യാഘോഷങ്ങൾ, ദേവനൃത്തം, ശിങ്കാരി മേളം, കാവടി, ഈ പരിപാടികളൊക്കെ എല്ലാ കരകളിൽ നിന്ന് അമ്പലത്തേക്ക് വരലൊക്കെ ഉണ്ട്. നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ വീട്ടിൽ വിരുന്നുകാർ വരുന്ന കാരണം കൊണ്ട് നമുക്ക് പലപ്പോഴും അതൊന്നും കാണാൻ പറ്റാറില്ല. അടുത്ത കൊല്ലം നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ വീട്ടിൽ നമ്മളെത്തി. ഇനി ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. ഇതാ പൊൻകതിറിൻ്റെ അടിപൊളി പാലപ്പം റെഡി ആയിട്ടുണ്ടായിരുന്നു. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങളങ്ങനെ ഇന്നത്തെ ആദ്യത്തെ ഫുഡ് ഞങ്ങളുടെ പൂരത്തിൻ്റെ കേട്ടോ. അച്ഛൻ ബീഫ്, പോർക്ക്, മീൻ, വെള്ളയപ്പവും നാളികേരം പാൽ എടുത്തില്ലേ അച്ഛൻ? അപ്പുറത്തെ വെടിക്കിട്ട് പൊൻകതിറിൻ്റെ വെള്ളപ്പം അടിപൊളിയായെന്ന് പറയുന്ന അമ്മ അല്ലേ. നല്ല രസമുണ്ടെന്നല്ലേ. അച്ഛന് വേണ്ടു. അങ്ങനെ ഓരോരുത്തരും ഓരോ വശത്തു നിന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. നമ്മളും ഭക്ഷണം കഴിക്കാൻ പോവാണ്. ഞാൻ നാളികേരം പാൽ കൂട്ടിയിട്ടാണ് കഴിച്ചത് കേട്ടോ. അച്ഛനൊക്കെ ഇനി നോൺ വെജ് കഴിച്ചു. ഇനി നമ്മൾ ആരും അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറില്ല. ഇനി എല്ലാം പുറത്തു നിന്നിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ അമ്പല കമ്മിറ്റിയിലൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് കുറച്ചും കൂടി പൂരം ആസ്വദിക്കാൻ പറ്റാറുണ്ട്. പാപ്പനൊന്നും അത് പറ്റാറില്ല. കാരണം അമ്പല കമ്മിറ്റി അത്യാവശ്യം നല്ല റെസ്പോൺസിബിൾ ആയിട്ടുള്ള ജോലിയാണ്. അപ്പോൾ കുറച്ച് കൊല്ലങ്ങൾ മുമ്പ് വരെ അച്ഛനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അച്ഛനോട് പറഞ്ഞു അതിൽ വേണ്ട അച്ഛാ, അത് അച്ഛനെ കാണാനില്ല. വീട്ടിൽ ഗസ്റ്റുകൾ വരുമ്പോൾ അച്ഛനെ കാണാനൊന്നും ഉണ്ടാവില്ല. അച്ഛന് വേണ്ടത്ര രീതിയിൽ ആസ്വദിക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് നമ്മൾ അച്ഛനെ അതിൽ നിന്ന് ഒഴിവാക്കി കേട്ടോ. ഇനി നമ്മൾ വീണ്ടും ബന്ധു വീട്ടിൽ സന്ദർശനമാണ്. ഹായ് ഗൈസ്, നമ്മളിനി അടുത്ത വീട്ടിലേക്ക് പോവുകയാണ്. കാലത്തെ പറയെടുപ്പൊക്കെ കഴിഞ്ഞു, ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത വീട്ടിലത്തെ പറയെടുപ്പിന്. നമ്മൾ ഇന്നലെ പോയത് പാപ്പൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. ഇന്ന് നമ്മൾ പോകുന്നത് വെല്ലിശൻ്റെ വീട്ടിലേക്കാണ്. വെല്ലിശൻ വീട്, പുതിയ വീട് പണിയുന്നതിൻ്റെ ഭാഗമായിട്ട് പാപ്പൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്താണ് വീട്
വെക്കാൻ പോകണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ വീട് ഇടിഞ്ഞൊക്കെ പഴയ വീടായിരുന്നു, ഇടിഞ്ഞൊക്കെ വീഴാറായി. അപ്പൊ അത് പൊളിച്ച് മാറ്റി അവിടെ തറ കെട്ടിയിട്ടുണ്ട്. തറ കെട്ടിയിട്ടുണ്ട്. അപ്പൊ അമ്മായിയുടെ താഴെയുള്ള ചേട്ടൻ ഒരു വീട് പടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ അവര് ഫാമിലി ആയിട്ട് അവിടെ താമസിക്കണം. അപ്പോൾ ഈ വീട് ഒഴിഞ്ഞിടക്കണോട് ചേട്ടൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഈ വീട് കുറച്ച് ഇങ്ങോട്ട് നീങ്ങിയിട്ടാണ്. അപ്പോൾ നമ്മളിന്ന് ഇനിയിത്തെ നമ്മുടെ പരിപാടി അവിടേക്ക് പോയിട്ട് വരിക. അപ്പോഴേക്കും നമ്മുടെ വീട്ടിലേക്കുള്ള വിരുന്നുകാരൊക്കെ എത്തുള്ളൂ, തൃശ്ശൂർക്കാർ. ഗൈസ്, ഞാനങ്ങനെ എൻ്റെ ചേട്ടൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ചേട്ടൻ ഇതല്ലാട്ടാ, ചേട്ടത് നിൽക്കണം എല്ലാവരും. ഹാപ്പി പൂര എവരിബഡി. ഇതൊക്കെ പോയി യൂട്യൂബിൽ വരൂട്ടാ. എവിടെ ചെന്നാലും പൂക്കളിൽ നമ്മൾ കമന്ന് വീഴുന്ന കാരണം കൊണ്ട് അമ്മ പറയാണ് ഇതിന് 2-3 കൊമ്പ് തരുമെന്ന്. അപ്പോൾ ചേട്ടൻ ദേഷ്യത്തോടെ പറയാണ് എടുത്ത് വെച്ചിട്ടുണ്ട് മേമേ കൊണ്ടുപൊക്കോന്ന്. അപ്പോൾ ചേട്ടനോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു നിൽക്കലെ തന്നെ ചേട്ടൻ നല്ല ചെടികളെ ഇഷ്ടപ്പെടുന്ന ഒരാളാട്ടാ. അപ്പോൾ ചേട്ടൻ കുറേ ചെടികളൊക്കെ അവിടെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഓർക്കിഡ് കണ്ട. ചേട്ടൻ്റെ അടുത്ത് ഒരുപാട് ഓർക്കിഡുകളുണ്ട്. നോക്കിയാൽ ഇത്, പിന്നെ ഇത് ഒരു 5-6 വർഷം ചേട്ടൻ നമ്മുടെ കൂടെ ആയിരുന്നു. അപ്പോൾ ചേട്ടൻ എന്ന് പറയുന്നത് വലിയച്ഛൻ്റെ മോണ്ടാ. ചേട്ടൻ അപ്പോൾ എവിടെ പോയാലും ചെടികൾ മേടിച്ചുകൊണ്ട് വരും. അന്ന് നമുക്കൊരു വലിയ ഏതൻ തോട്ടം പോലെ ചെടിക്കത്തുകൾ ഉണ്ടായിരുന്നു അമ്മയുടെ അടുത്ത്. അത് നിറയെ പൂക്കൾ ഉണ്ടാവണത് കേട്ടോ. അതുപോലെ തന്നെ ചേട്ടൻ ഇവിടെ ആക്കിയിട്ടുണ്ട്. ഇത് ആക്ച്വലി അമ്മായിയുടെ മോൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ വീട് പണിയുന്ന കാരണം കൊണ്ട് ഇവിടെ കുറച്ച് നാളായിട്ട് ഇവിടെയാണ് ഉള്ളത്. അപ്പോൾ വീട് പണിയൊക്കെ കഴിയുമ്പോൾ ചേട്ടൻ അവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോഴേ ഒരുക്കി വെച്ചിരിക്കുന്നതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടില്ലേ അമ്മായിയുടെ ചേട്ടനെ, വത്സൻ ചേട്ടനെയും ഷാജി ചേട്ടനെയും 2 ഷാജിമാരുണ്ട്. ഇവർ 2 പേരും ഷാജുകളാണ് കേട്ടോ. അപ്പൊ പൂക്കളൊക്കെ കണ്ടു. ചകിരിച്ചോറ് വേണ്ട, ഇതിനങ്ങനെ കൊണ്ട് കെട്ടി വെച്ചാൽ മതി. ഇനി ഇടയ്ക്കിടയ്ക്ക് മരുന്ന് തെളിച്ചു കൊടുക്കണം. ടാറ്റാ. 750 രൂപ കേട്ടോ ഒരെണ്ണത്തിന്റെ വില. അങ്ങനെ മേടിച്ചു വെച്ചെന്ന് ഒരാളാ ഞാൻ എടുത്തതാ, എടുത്തുകൊണ്ടെന്ന് അവർ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ഉണ്ടാവും ഇവിടെ കുറെ വെച്ചിട്ടില്ലേ, അതുണ്ടാവുമ്പോൾ കൊടുക്കും. വരുന്ന വഴിക്കുണ്ട് കണിക്കൊന്ന പൂത്തു നിൽക്കുന്നു. കാലില്ലാത്തൊരു കാലത്ത് കണിക്കൊന്ന പൂത്തു നിൽക്കുന്നു. പൊതുവേ ഏപ്രിൽ മാസത്തിലൊക്കെയല്ലേ ഇത് ഉണ്ടാവാറ്. ഇപ്പം അങ്ങനെയൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്, എപ്പോഴും ഉണ്ടാവും തോന്നുന്നു. ഹൈബ്രിഡായ കാരണം കൊണ്ടായിരിക്കാട്ടാ. അപ്പോൾ നമ്മൾ പൂക്കളൊക്കെ പൊട്ടിച്ച് വീട്ടിലെത്തി. വീണ്ടും അവിടെ എത്തിയപ്പോഴേക്കും ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വലിയ ഗസ്റ്റുകളൊന്നും ഇല്ല, കുറച്ച് അമ്മയുടെ വീട്ടിൽ നിന്നുള്ള കുറച്ച് ഗസ്റ്റുകളും പിന്നെ അച്ഛൻ്റെ കുറച്ച് കൂട്ടുകാർ മാത്രമേ ഉണ്ടാവാറുള്ളൂ കേട്ടോ. വെക്കലും വിളമ്പലും തിന്നലും മാത്രമായിട്ട് പൂരങ്ങൾ കഴിഞ്ഞു പോവാറുണ്ട് ചില വർഷങ്ങളിൽ. ഇപ്രാവശ്യം ഒരു മാറ്റം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ബിരിയാണിയും അതുപോലെ തന്നെ എന്താ പറയുക കുറച്ച് ചിക്കനൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ശ്രീകുട്ടൻ അത് മേടിക്കാൻ പോയിട്ട് വരികയാണ്. പിള്ളേരാണ് മേടിച്ചുകൊണ്ട് വന്നത് കേട്ടോ. ഉണ്ണിക്കുട്ടനും അബിയാണ് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അച്ചാർ, അതുപോലെ തന്നെ സർലാസ്, ചിക്കൻ, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ വിളമ്പുന്നത് കാണിച്ചു തരാം കേട്ടോ. മാമൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ മാമൻ്റെ ഫാമിലിയിൽ നിന്ന് കുറച്ച് ആൾക്കാരുണ്ട്. ഇത് പിള്ളേർ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ പൂരത്തിനൊക്കെ. അപ്പോൾ അത് അച്ചുട്ടിയുടെ കൂട്ടുകാരന്മാരാണ് കേട്ടോ. നോക്കിയേ, ഇപ്പോഴും കുഞ്ഞിന് ചേച്ചി വാരി കൊടുക്കണം. എന്നിട്ടാണ് ഞാൻ ശ്രീകുട്ടന് വാരി കൊടുക്കുമ്പോൾ ചിലർ കളിയാക്കാറുള്ളത്, ഇത്രയും വലിയ ചെക്കന് വാരി കൊടുക്കുക എന്നൊക്കെ ചോദിച്ചിട്ട്. ഇത് എനിക്ക് +2 വരെ അമ്മ വാരി തരുമായിരുന്നു കേട്ടോ ഭക്ഷണം. അങ്ങനെ അമ്മായി വന്നു, മാമൻ വന്നു, എല്ലാവരും വന്നു. ചിത്തു കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്ന കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. കൈകൊണ്ട് ഉണ്ടാക്കി കൊടുത്തു വിട്ടോക്കാണ് കേട്ടോ. ചിത്തുവിന് ഇപ്പോൾ ഭയങ്കര തിരക്കാണ്, ആൾ വന്നിട്ടില്ല. മാമൻ്റെ മോള് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാറില്ലേ, ലെക്സ് ഗോ വിത്ത് ചിത്രയിലത്തെ. കാരണം ആൾ പുതിയൊരു ഷോപ്പ് തുടങ്ങി. അവിടെ ഈ വക ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് ആളുടെ കൈകൊണ്ട് തന്നെയാണ്. ഹെൽപ്പിന് ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടാക്കി കുറേ ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നു കേട്ടോ. മാമൻ വരുമ്പോൾ അങ്ങനെയാണ്. മാമൻ മാത്രമല്ല, വീട്ടിൽ എല്ലാവരും വരുമ്പോഴും നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴും എന്തെങ്കിലും കുറച്ച് പലഹാരങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നതും പോകുന്നതും കാണുന്നതും ഒക്കെ കേട്ടോ. ഇപ്പോൾ മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ജാനിയമ്മ, എൻ്റെ മാമൻ്റെ മോളുടെ കുട്ടിയാണ്. പിന്നെ ബദ്രി ഉണ്ട്. ബദ്രിയും ശ്രീകുട്ടനും ഒരേ പ്രായമാണ്. ഞാനും ചിത്തു ഒരേ പ്രായമാണ്. അത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഉണ്ടായ മക്കളും ഒരേ പ്രായമാണ്. സമൂസ, അതുപോലെ തന്നെ ബ്രെഡ് പോക്കറ്റ്, ചിക്കൻ പോക്കറ്റ്, കായ്പോള, ബ്രെഡ്, അങ്ങനെ എന്തോ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ കാളത്തോട് പുതിയൊരു ഷോപ്പ് വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ ഞാൻ വീണ്ടും ഇടാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബിരിയാണി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ഫ്ലേവേഴ്സോ അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയുക, നമ്മുടെ സവോളയൊക്കെ കരിച്ചിടാതെ നല്ല ഒരു സ്മൂത്തായിട്ടുള്ള ഒരു
പ്രത്യേക ഫ്ലേവറോട് കൂടിയിട്ടുള്ള അടിപൊളി ബിരിയാണി ആയിരുന്നു. നന്നായി എന്ന് തോന്നി ഇപ്രാവശ്യം ഓർഡർ ചെയ്തത്. ഒരുപാട് നമുക്ക് അങ്ങ് ടെൻഷൻ അടിക്കാതെ 10-11 മണിയാകുമ്പോഴേക്കും നമുക്ക് വന്ന് കളക്ട് ചെയ്ത് തലൂരിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്ത് കൊണ്ടുവരികയും ചെയ്തു. പിന്നെ അത്യാവശ്യം നമ്മൾ നമ്മുടെ വീട്ടിൽ വിഭവങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ ആ ഒരു ഇല്ലായ്മ ഫീൽ ചെയ്തില്ല. സന്തോഷത്തോടെ പഠിച്ചോളന്ന് കേൾക്കാട്ടോ. നമ്മൾ കേക്ക് മുറിക്കാൻ പോവാണ് ചോറൂണൊക്കെ കഴിഞ്ഞതിന് ശേഷം. എല്ലാവരും ഓടി വരൂ, ഓടി വരൂ, ഓടി വരൂ. പൂരം ഹാപ്പി പൂരം ഹാപ്പി പൂരം. അമ്മേ അവിടെ കേക്ക് മുറിച്ച് പൂരം ആഘോഷിക്കാറുണ്ട് ആരെങ്കിലും? ഇനി അങ്ങനെ ഒന്ന് ആഘോഷിച്ച് നോക്കൂട്ടോ, അടിപൊളിയാണ്. പച്ച ഷർട്ട് ഇട്ടിട്ട് ബാക്കിൽ നിൽക്കുന്നതാണ് അമ്മയുടെ മൂത്ത ചേട്ടൻ്റെ മകൻ സന്തോഷ് ചേട്ടൻ. അപ്പോൾ ചേച്ചി വന്നിട്ടില്ല. ചേട്ടൻ്റെ ഒരു മോള് 10ൽ പഠിക്കുകയാണ്. അപ്പോൾ ചേച്ചി വന്നിട്ടില്ല. അത് കാരണം കൊണ്ട് ചേട്ടനൊക്കെ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. കാരണം 10ാം ക്ലാസ്സുകാർക്കൊക്കെ ഇപ്പോൾ കുറച്ചും കൂടി ടൈറ്റായിട്ടുള്ളൊരു സമയമല്ലേ പഠനമൊക്കെ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ആസ്വദിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, നമ്മൾ അയൽപ്പക്കത്തു നിന്നൊക്കെ വരുന്ന ഒരു ഒത്തുകൂടുന്നൊരു സമയമല്ലേ പൂരം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ടൈമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വന്ന് നമ്മൾ ആസ്വദിക്കുകയാണ്. ചേച്ചിയുടെ അമ്മായിയുടെ മക്കളുടെ മക്കളൊക്കെയാണ് ഇത്. അപ്പൊ ഞാൻ പറയാറില്ലേ, ചെറുപ്പം തൊട്ട് തന്നെ ചേച്ചിയുടെ അടുത്ത്, ചേച്ചിയുടെ അവിടെയാണ് വളർന്നിട്ടുള്ളത്. അപ്പൊ ഞങ്ങള് ചെറുപ്പം തൊട്ടെ കളിച്ച് വളർന്ന ഞങ്ങളുടെ ജനറേഷൻ കഴിഞ്ഞ അടുത്ത ജനറേഷനാണ് ഇവരൊക്കെ. ഞാനും സൈന്യം ചെറുപ്പം തൊട്ട് ഞങ്ങള് ബാല്യകാലം ഞങ്ങളെ പങ്കിട്ടിട്ടുള്ള കുറെ നിമിഷങ്ങളുണ്ട്. അപ്പൊ കുറെ നാളുകൾക്ക് ശേഷം കണ്ടപ്പോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. രാമും കൂടി കാട്ടിക്കൂടെ നടന്നു പോയപ്പോ എന്ത് ചെയ്തു? അങ്ങനെ പറയേ, ഹായ് ഗായ്സ്, ഞാൻ പോവുകയാണ് ഗായ്സ്. മറ്റേ ഇതുവഴി ഊട്ടിയിലേക്ക്. മണി, നീ ഏതൊന്നും അറിയാത്തവരാരും ഉണ്ടാവില്ല അല്ലേ? സംഭവബഹുലമായ കല്യാണം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നല്ലോ. അതിലത്തെ താരങ്ങളായിട്ടുള്ള മണി ഏതുവാണത്. അമ്മാവൻ്റെ മകനും മരുമകളാണ് കേട്ടോ. മരുമകൾ എന്നതിലുപരി തന്നെ ഞങ്ങളുടെ മാമൻ്റെ മകളാണ്. അപ്പോൾ അവരെല്ലാവരും പൂരമൊക്കെ കഴിഞ്ഞ് പോവാണ്. ഇനി ഇവിടെ അധികം നേരം നിന്നിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് വരും എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ പോവാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പോയി. അമ്മയുടെ വക ഉമ്മ ഒരു എന്താ പറയുക, ഒരു ഉമ്മ ഉണ്ട് എല്ലാവർക്കും. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കേക്ക് നമ്പർ 2 ഇങ്ങോട്ട് തിരിച്ചേക്ക്. കേക്ക് നമ്പർ 1 മുറിച്ചു. ഇങ്ങോട്ട് തിരിക്കണം. താഴത്ത് വെക്കി. അങ്ങനെ അടുത്ത ഗസ്റ്റ് വന്നപ്പോൾ അവരും കേക്ക് കൊണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ മകളും മകനും ഒക്കെയാണ്. അപ്പോൾ അവർ രണ്ടാളും വീഡിയോയിൽ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിള്ളേരൊക്കെ വന്ന് ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് അടുത്ത കേക്ക് മുറിയോട് കൂടി ഇന്നത്തെ പൂരത്തിൻ്റെ ഏകദേശം സമാപനം എത്തിയിരിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി പൂരം ടു ഓൾ, പൂരം ഹാപ്പി പൂരം, ഹാപ്പി പൂരം ടു ഓൾ. എല്ലാവർക്കും കൊടുക്ക്, ഷെയർ. നമ്മുടെ സന്യങ്ങൾ വന്നിരിക്കുകയാണ് കുട്ടികളെ. കൊറേ നാളായി വരണം പറഞ്ഞിട്ട്. അപ്പൊ അടുത്തതായി ഡെൽസി ആന്റി മേടിച്ചുകൊണ്ടെടുത്ത വാളും പരിചയമായി. ദേവാനന്ദന്റെ
ഡൽസേന്റി കൊണ്ടുവന്ന ആത്തച്ചക്ക ഇത് നമ്മുടെ ആത്തച്ചക്കയാണോ വൈൻ വൈൻ അമ്മക്ക് കുടിക്കാൻ ഇത് പഴം വൈൻ വെച്ചാ പഴം വൈൻ തന്നെ ഞങ്ങളിവിടെ ഭയങ്കര വീഡിയോ പിടിച്ച് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് വീഡിയോ പിടിച്ച് കളിക്കുന്നേ എന്തായാലും അവിടേക്ക് പോണ ശ്രീജയുടെ അമ്മയുടെ അടുത്തേക്ക് പോണെന്ന് പറഞ്ഞിട്ടാ പൂരം വരുന്ന പറഞ്ഞ കാത്തിരുന്ന് ഞാൻ ബർത്ത്ഡേ ഞാൻ ചോറിനാണ് നമ്മുടെ കര എന്നാണ് പറയാ കേട്ടോ. നമ്മുടെ കരയിൽ നിന്ന് നമുക്ക് ശിങ്കാരിമേളം അതുപോലെ തന്നെ ദേവനൃത്തമാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ശിങ്കാരിമേളം ത്തിനോടൊപ്പം ഡാൻസ് കളിക്കാൻ താല്പര്യമുള്ള എത്ര ആൾക്കാരുണ്ട്? എനിക്ക് ഭയങ്കര താല്പര്യമാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ കൊല്ലമൊക്കെ നന്നായിട്ട് അടിച്ചു പൊളിച്ച് കളിക്കുകയും ചെയ്തായിരുന്നു. ഇപ്രാവശ്യം നമുക്ക് ശരീരം അതിന് അനുവദിക്കാത്ത കാരണം ഞാനൊന്ന് സൈലന്റ് ആയി. നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്ത് വേറൊരു കരയാണ്. അവർക്ക് ഇതുപോലെ തന്നെ തിറയും ഇതെന്താടാ പറയാ ഇതിനെ എനിക്കറിഞ്ഞൂടാ, അതുപോലെ തന്നെ ശിങ്കാരിമേളം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വരാക്കര പൂരം 2024. എങ്ങനെയുണ്ടായിരുന്നു? അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് കാണാം. ശ്രീജ.